പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശുഭം ദ്വിവേദിയുടെ ഭാര്യ ഐഷാനിയ ദ്വിവേദി 2025 ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കാനിരിക്കുന്ന ക്രിക്കറ്റ് മത്സരം ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ടെലിവിഷനിൽ പോലും മത്സരം കാണരുതെന്ന് ഐഷാനിയ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. എനിക്കിത് മനസ്സിലാകുന്നില്ല. ഇത് ബഹിഷ്കരിക്കാൻ ഞാൻ ആളുകളോട് അഭ്യർത്ഥിക്കുന്നു. ഇത് കാണാൻ പോകരുത്. ഇതിനായി നിങ്ങളുടെ TV ഓണാക്കരുത്. ഇന്ത്യൻ ക്രിക്കറ്റ് നിയന്ത്രണ ബോർഡിനെ വിമർശിച്ചുകൊണ്ട് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരുടെ കുടുംബങ്ങളോട് ബോർഡിന് വികാരമില്ലെന്ന് അവർ വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം BCCI അംഗീകരിക്കാൻ പാടില്ലായിരുന്നു. ആ 26 കുടുംബങ്ങളെയും ഓപ്പറേഷൻ സിന്ദൂറിലെ രക്തസാക്ഷികളോടും BCCIക്ക് വികാരമില്ലെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ചോദ്യം ചെയ്ത അവർ 2 ക്രിക്കറ്റ് കളിക്കാരൊഴികെ മറ്റാരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യാൻ മുന്നോട്ട് വന്നില്ലെന്നും അവകാശപ്പെട്ടു. നമ്മുടെ ക്രിക്കറ്റ് കളിക്കാർ എന്താണ് ചെയ്യുന്നത്? ക്രിക്കറ്റ് കളിക്കാർ ദേശീയവാദികളാണെന്ന് പറയപ്പെടുന്നു. ഇത് നമ്മുടെ ദേശീയ കളിയായിട്ടാണ് കാണുന്നത്. 1-2 ക്രിക്കറ്റ് കളിക്കാരൊഴികെ പാകിസ്ഥാനെതിരായ മത്സരം ബഹിഷ്കരിക്കണമെന്ന് പറയാൻ ആരും മുന്നോട്ട് വന്നില്ല. തോക്കിന് മുനയിൽ നിർത്തി കളിക്കാൻ BCCIക്ക് അവരെ നിർബന്ധിക്കാൻ കഴിയില്ല. അവർ അവരുടെ രാജ്യത്തിനു വേണ്ടി നിലപാട് സ്വീകരിക്കണം. പക്ഷേ അവർ അത് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു. മത്സര വരുമാനം പാകിസ്ഥാനിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ ഭാര്യ പറഞ്ഞു. ആ 26 കുടുംബങ്ങളുടെയും പൗരത്വം തീർന്നോ എന്ന് സ്പോൺസർമാരോടും പ്രക്ഷേപകരോടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മത്സരത്തിൽ നിന്നുള്ള വരുമാനം എന്തിനു വേണ്ടി ഉപയോഗിക്കും? പാകിസ്ഥാൻ ഇത് തീവ്രവാദത്തിനായി മാത്രം ഉപയോഗിക്കും. അതൊരു തീവ്രവാദ രാഷ്ട്രമാണ്. നിങ്ങൾ അവർക്ക് വരുമാനം നൽകുകയും വീണ്ടും ഞങ്ങളെ ആക്രമിക്കാൻ അവരെ സജ്ജമാക്കുകയും വേണം. UAEയിൽ നടക്കുന്ന 2025 ഏഷ്യ കപ്പിൽ സെപ്റ്റംബർ 14 ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് ടീമുകൾ ഒരു മത്സരം കളിക്കാൻ ഒരുങ്ങുന്നു. ബഹുരാഷ്ട്ര ടൂർണമെന്റുകളിൽ പാകിസ്ഥാനെതിരെ കളിക്കാൻ കേന്ദ്രം ടീമിന് അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം ഉഭയകക്ഷി പരമ്പരകളില്ലാത്ത നിലപാട് തുടരുകയും ചെയ്യുന്നു. മാത്രമല്ല, ഏഷ്യ കപ്പിൽ നാളെ നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടെ ബഹുരാഷ്ട്ര ടൂർണമെന്റുകളിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടുമെങ്കിലും ഉഭയകക്ഷി ക്രിക്കറ്റ് ബന്ധങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് മാറ്റമില്ലെന്ന് BJP MPയും മുൻ കായിക മന്ത്രിയുമായ അനുരാഗ് താക്കൂർ വ്യക്തമാക്കി. ഇന്ത്യയുടെ ഇത്തരം മത്സരങ്ങളിലെ പങ്കാളിത്തം ടൂർണമെന്റ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നയതന്ത്ര ദേശീയ നയങ്ങളിലെ മാറ്റമല്ലെന്ന് ഠാക്കൂർ ANIയോട് വ്യക്തമാക്കി. ACCയോ ICCയോ ബഹുരാഷ്ട്ര ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുമ്പോൾ രാജ്യങ്ങൾ പങ്കെടുക്കേണ്ടത് ഒരു നിർബന്ധിത ആവശ്യമായി മാറുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കും. മത്സരം ഉപേക്ഷിക്കേണ്ടി വരും. മറ്റേ ടീമിന് പോയിന്റുകൾ ലഭിക്കും. പക്ഷേ ഇന്ത്യ പാകിസ്ഥാനുമായി ദ്വിരാഷ്ട്ര ടൂർണമെന്റുകൾ കളിക്കാറില്ല. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ തീവ്രവാദ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ ഇന്ത്യ പാകിസ്ഥാനുമായി ദ്വിരാഷ്ട്ര ടൂർണമെന്റുകൾ കളിക്കില്ലെന്ന് വർഷങ്ങളായി ഞങ്ങൾ തീരുമാനിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.